Hi students, SLC IT sample questions Synfig ഭാഗത്തുനിന്നുള്ള question നോക്കാം. Open the file project1.sifz given in the exam documents folder in home using Synfig Studio software and prepare an animation of a jeep moving forward. Include the image jeep.png given in images 10 folder in home. Give animation to the jeep. Save the file using the option file save as in exam 10 folder in home with your register number underscore question number as the file name. Then render the animation in FLV format in the same folder with your register number underscore question number as the file name. മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള പ്രൊജക്റ്റ് 1.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറന്ന് ജീപ്പ് മുന്നോട്ട് പോകുന്ന ആനിമേഷൻ തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10ൽ നിന്നും jeep.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ജീപ്പിന് ആനിമേഷൻ നൽകുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ സിൻഫിക് സ്റ്റുഡിയോ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. സിൻഫിക് സ്റ്റുഡിയോയിൽ നിന്നാണ് എക്സാം ഡോക്യുമെന്റ്സിലെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് SIFZ എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഫയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട വിധം ഫയലിൽ ഓപ്പൺ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ഈ പറയുന്ന പ്രൊജക്റ്റ് 1.sifz എന്ന എക്സ്റ്റൻഷനുള്ള ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ജീപ്പിൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു jeep.png എന്ന് പറയുന്ന ഒരു പിക്ചർ ഈ ഒരു ഡോക്യുമെന്റ്സിലില്ല, ഞാനത് വേറെ ഡൗൺലോഡ് ചെയ്താണ്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഫയലിൽ ഇമ്പോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹോമിൽ ഇമേജസ് 10 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ജീപ്പ് എന്നുള്ള ഈ പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ജീപ്പ് എന്നുള്ളത് ഇമ്പോർട്ട്. അപ്പോൾ നമ്മളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഫയലിൽ ഇമ്പോർട്ട്. അപ്പോൾ ഈ ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്മോൾ സൈസ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ആ ജീപ്പിനെ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ജീപ്പ് മൂവ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ട സൈസിലാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഈ സൈഡിലുള്ള ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു F എന്നുള്ള ഈ ഭാഗത്ത് അവിടെയുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്തിട്ട് 120 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ 120F എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജീപ്പിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കുക. മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ഇവിടെ എത്തിക്കുന്നു. ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ജീപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം സീക്ക് ടു ബിഗിൻ കൊടുത്തു, ഒന്ന് പ്ലേ ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ ജീപ്പ് മൂവ് ചെയ്യുന്ന ഒരു ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ദ ഫയൽ യൂസിങ് ഓപ്ഷൻ ഫയൽ സേവ് ആസ് ഇൻ എക്സാം 10 ഫോൾഡർ. അപ്പോൾ ആദ്യം ഇതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഹോമിൽ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ ഈ പ്രൊജക്റ്റ് 1 എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ എന്താണോ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ഗ്രൂപ്പ് 1 ആണെങ്കിൽ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് .sifz എന്നുള്ളത് കളയരുത്, സേവ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതൊരു ആനിമേഷൻ ഫയലായിട്ട് സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ റെൻഡർ ദ ആനിമേഷൻ ഇൻ FLV ഫോർമാറ്റ് ഇൻ ദ സെയിം ഫോൾഡർ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് റെൻഡർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫയലിൽ റെൻഡർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. റെൻഡർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഒരു ഫയൽ നെയിം തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നമുക്കത് എക്സാം 10ലേക്ക് സേവ് ചെയ്യണം. എക്സാം 10ലാണ് ഉള്ളത്. വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്കിവിടെ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾക്കിനി ഒരു ഫോൾഡർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചൂസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ PNG എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ .FLV എന്നാണ് കൊടുക്കേണ്ടത്.
അപ്പം നമ്മളിത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഫയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അഥവാ ഇവിടെ എക്സാം 10 സേവ് ആയിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ചൂസ് എന്നുള്ളത് എടുത്തിട്ട് ഹോമിൽ എക്സാം 10 എടുത്തിട്ട് നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് .flv എന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞതുപോലെ സേവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് കൊടുത്തു. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടുന്ന് റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെൻഡേഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ ഫയൽ റെൻഡേഡ് സക്സസ്ഫുള്ളി എന്നുണ്ട്. നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോം എടുത്തു, എക്സാം 10 എന്ന ഫോൾഡർ എടുക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യിച്ചിട്ട് ആനിമേഷൻ കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഫയലിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതുപോലെ ഫയലിൽ ഓപ്പൺ project 1.sifz എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഈ പിക്ചർ ഒന്ന് കുറച്ച് നമ്മൾ സൈസ് ഒന്ന് വലുതാക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ജീപ്പിൻ്റെ പിക്ചറാണ്. അപ്പം നേരത്തെ ഇൻസേർട്ട് ചെയ്തപോലെ തന്നെ ഇമ്പോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹോമിൽ ഇമേജസ് 10 എന്നുള്ള ഫോൾഡറിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുന്നു. ജീപ്പ് എന്നുള്ള പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്തു. ഇനി ഈ ജീപ്പിലൊന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ടത്ര സൈസിലാക്കി മാറ്റുന്നു. ജീപ്പല്ല, ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് അണ്ടു അടിച്ചാൽ മതി. എന്നിട്ട് ജീപ്പിലൊന്നും കൂടി സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെറുതാക്കുക. അപ്പോൾ ഇത് വേണ്ട സൈസിലാക്കി മാറ്റി നമുക്ക് വേണ്ടതുപോലെ ഇവിടെ കൊണ്ടുവെക്കുകയാണ്, സെൻറ്ററിലായിട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുന്നു. ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ജീപ്പല്ല നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് പോലെ കൊടുക്കുക. സ്ക്രീൻ ഉള്ള അത്രയും ചെയ്താൽ മതി. അത് സ്റ്റോപ്പ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് സീക്ക് ടു ബിഗിൻ കൊടുത്തിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആനിമേഷൻ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടും ആനിമേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.